ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വലയിട്ടിട്ടുണ്ട്. കാര്യം ഇന്നലെ ഷട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പം ആറ്റിലൊഴുക്ക് കുറഞ്ഞു. അന്നേരം ഇപ്പം നമുക്ക് വല ഇടണമെന്ന് തോന്നി വല ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഇട്ടതാണ്. രാവിലെ നമ്മൾ വല വലിക്കാൻ വന്നത്. അപ്പം നോക്കാം, നമുക്ക് വല എടുത്ത് നോക്കാം. ഒരു കമ്പാണ് ഉടക്ക് വന്നത്. ഇത് ചെറിയ കണ്ണി വലയല്ല, 50 mm വലയാണ്. ഇനി നമുക്കൊരു കുറുവായ കിട്ടി വരുന്നുണ്ട്. മൂന്ന് കുറുവായ. കിട്ടിയെല്ലാം കുറുവായ. ഉടക്ക് കുറുവ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ജീവനുള്ള കുറുവ. മുഴുത്ത കുറുവായ അല്ലേ? വെയില് നല്ല, രാവിലെ നല്ല വെയിലായി. മഞ്ഞക്കൂരിയുണ്ട്, ചെറുതാ. ഇത് 50 mm വലയാ. ഇതൊരു ചെറിയ കഷ്ണം വലയാണ്. ഇനി അപ്പുറത്തോട്ട് നമ്മൾ വേറെ വല ഇട്ടിട്ടുണ്ട്, അത് വലിക്കാം. ഇപ്പം ഇതിലെ മീനൊക്കെ എടുത്തിട്ട് നമുക്ക് വലിക്കാം. നമുക്ക് ഇതെല്ലാം മീനങ്ങ് എടുത്തേക്കാം. മഞ്ഞക്കൂരി കളറില്ലെന്നേ ഉള്ളു. എന്താ അപ്പൊ ഈ വലയിലെ മീൻ എടുത്തിട്ട് നമുക്ക് അടുത്ത വല വലിക്കാം. അതിപ്പോ കാണാം. അപ്പൊ ഈ വലയിലെ മീൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. എത്ര മീൻ നമുക്ക് കിട്ടി. ഇതൊരു ചെറിയ കഷ്ണം വലയാണ്. ഇനി നമുക്ക് വലിക്കാനുള്ള വല നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് കണ്ടോ. ഇത് ഈ ചപ്പയില നമ്മൾ കെട്ടിയിട്ടിരുന്നത്. നോക്കാം. ആദ്യം ഒരു കുറുവായ കിട്ടുന്നു. പിന്നെ ഉണ്ട്. ഞാൻ രാവിലെ വല വലിക്കാമെന്ന് വിചാരിച്ച് വന്നപ്പം നമ്മുടെ ഈ വലയുടെ പുറത്തൂടെ വേറെ ഒരാൾ വല ഇട്ടിരിക്കുകയായിരുന്നു. അതും ചെറിയ കണ്ണിയുള്ള വലയായിട്ടിരുന്നു. അത് കാരണം നമുക്ക് രാവിലെ ഈ വല വലിക്കാനൊത്തില്ല. കുപ്പിച്ചില്ലല്ലോ, ഇത് ചട്ടി കിട്ടിയതാ. അതാണ് നമ്മൾ ഇത്രയും താമസിച്ചത് ഈ വല വലിക്കാൻ. കുറുവയല്ലത്, കച്ചിപ്പരല. നമ്മള് കച്ചിപ്പരൽ എന്ന് പറയും, അല്ലെ വാലക്കൊടിയം പരൽ എന്ന് പറയും. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അതിന് വേറെ പേരാണ്. അതും വാലക്കൊടിയം പരല. എന്താ
കുറുവായ. പിന്നെ രാവിലെ ഇപ്പം നല്ല വെയിലായി. വെളുപ്പിനെ വലിക്കേണ്ട വലയാ. വലയുടെ മേളിൽ കൂടെ വലയായതുകൊണ്ടാണ് വലിക്കാൻ മേലാതായിപ്പോയി. അതുകൊണ്ട് നമുക്ക് മീനും കുറവാണ്, മീനും ഇല്ല. കാര്യം ഇതിനെക്കാട്ടി ചെറിയ കണ്ണിയുള്ള വലയാണ് നമ്മുടെ വലയുടെ പുറത്തോട്ടിട്ടിരുന്നത്. നമ്മൾ മീനെടുക്കുന്നതിന് നമ്മുടെ ഈ മീനുണ്ടോ എന്ന് ചോദിച്ചാൽ കരയ്ക്ക് ആൾ വന്ന് നിൽക്കുന്നു. നമ്മൾ ഈ വലയൊന്ന് വലിച്ചു തീർന്നു കഴിഞ്ഞിട്ട് ഈ ഉള്ള മീൻ ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുക. ഉടക്ക മടല ഇങ്ങനെ ഒത്തിരി മടല് നാട്ടിലുണ്ട്. കമ്പ് അതൊക്കെ അവിടെ കരയ്ക്ക് കമ്പൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടമായി വരുന്നത്. ഇത് നമുക്ക് കടകളിനകത്ത് കളയാം. അത് കുറച്ച് തീരാറായി നമ്മൾ. പട്ടി വീട്ടിലെ പട്ടിയ. വീണ്ടും വലയല്ലേ? അതവിടെ ചെന്ന് അഴിച്ചു വിടാം. എന്നിട്ട് നമ്മുടെ വല അടിയിൽ കൂടെ വലിച്ചിടുക. ഇതുണ്ടോ, 6 അക്കരെ ക്രോസ് ചെയ്തിരിക്കുക. നമ്മുടെ വലയുടെ മേളിൽ കിടാണ്. അപ്പം നമ്മുടെ വല കെട്ടിയിരിക്കുന്നുണ്ട്, അത് അവിടാണ്. അത് അഴിച്ചു വിട്ട് വീടിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ഊരിയെടുക്കാം. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് വല അങ്ങോട്ട് ഊരിയെടുക്കാം. അയാള് പുത്തൻ വലയാ. അപ്പോൾ നമുക്ക് ഈ മീനെടുക്കാൻ വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ അടുത്തുള്ള ആള് തന്നെയാണ്, പൊന്നൻ എന്ന് പറയും. അപ്പം അങ്ങേർക്ക് നമുക്ക് ഈ മീൻ നമ്മളോട് ചോദിച്ചല്ലേ ഉള്ള മീൻ കൊടുത്തേക്കാം. അപ്പം നമുക്ക് ഈ മീനൂടെ എൻ്റെ കൂട്ടത്തിലോട്ട് എടുത്തിടാം. ആരും വരാനില്ലേ? അപ്പം കുറേയേറെ നാൾ കൂടി ഇരുന്ന് നമ്മൾ വലയിട്ടതാണ്. ഇന്ന് വലയിട്ടപ്പോൾ നമ്മുടെ വലയുടെ പുറത്തുള്ള വലയൊക്കെ ആയി. നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ഇത്രയാണ്. അപ്പോൾ ഇത്ര മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മീനെ ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുക. അപ്പം നമ്മൾ ഇത്ര മീന് അങ്ങേരുമായിട്ട് വില പറഞ്ഞില്ല, സമ്മതിച്ചു. വിലയുടെ ഒന്നുമല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ കാണുന്നവർ ഇത്ര മീന് നമുക്ക് എന്ത് വില കിട്ടും? ഉദ്ദേശം ഒരു വിലയുണ്ടല്ലോ, എന്ത് വില കിട്ടുമെന്ന് കമൻറ്റിൽ കൂടെ ഒന്ന് പറയാതെ.
അപ്പോൾ നമുക്ക് ഈ മീനെടുത്ത് ഇങ്ങനെ കൊടുത്തേക്കാം. അപ്പം നമ്മുടെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല കാഴ്ചയായിട്ട് വീണ്ടും വരാം.